നമസ്കാരം. കന്യാകുമാരി മുതൽ കാസർഗോഡ് വരെ എന്ന യാത്രാ പരമ്പരയുടെ നയന മനോഹരമായ കാഴ്ചകൾ കാണാൻ ഞങ്ങൾ ഒരിക്കൽ കൂടി അടുത്ത എപ്പിസോഡിലേക്ക് എവരെയും സ്വാഗതം ചെയ്യുകയാണ്. ഇപ്പോൾ നമ്മൾ എത്തിയിരിക്കുന്നത് സമുദ്രവും ശിലയും ചേർന്ന ദൈവീകപരമായ ഒരു സ്ഥലത്തേക്കാണ്. ആഴിമല. ഈ ആഴിമല വിവിധ കാരണങ്ങൾ കൊണ്ട് വളരെ പ്രശസ്തമാണ്. ഇപ്പോൾ ഈ അമ്പലത്തിൽ വരെയും ശിവൻ്റെ പ്രതിഷ്ഠ കടലിലേക്ക് നോക്കി നിൽക്കുന്ന ഒരു ഭാവം നമുക്ക് കടൽ യാത്രക്കാർക്കെല്ലാം കാണുന്ന രീതിയിലാണ് ഇത് ഉണ്ടാക്കി വെച്ചിരിക്കുന്നത്. ഇതിൻ്റെ തൊട്ട് അടുത്ത് ആണ് വിഴിഞ്ഞം പോർട്ട്. ഇവിടെ നിന്ന് കഴിഞ്ഞാൽ വിഴിഞ്ഞ പോർട്ടിലേക്ക് വരുന്ന ഷിപ്പുകളെല്ലാം വളരെ മനോഹരമായി കാണാൻ കഴിയും. അവിടെ വന്ന് ഡോക്ക് ചെയ്യുന്നതും തിരിച്ചു പോകുന്നതൊക്കെ വളരെ മനോഹരമായ ഒരു സ്ഥലമാണ് ആഴിമല. ആഴിമലയിൽ വരുമ്പോൾ നമുക്ക് വളരെ മനോഹരമായൊരു വ്യൂ ആണ് ഈ സൈഡിൽ വന്നാൽ കിട്ടുന്നത്. അപ്പോൾ ഇത്രയും മനോഹരമായ വ്യൂ ഉള്ളത് കൊണ്ടാവണം ഇവിടുത്തെ ക്ഷേത്ര സമിതി തന്നെ വീണ്ടും ഇവിടെ ബിൽഡിംഗ് കെട്ടുകയാണ്. അതിൻ്റെ മുകളിൽ നിന്നുകൊണ്ട് ഈ കടലിൻ്റെ സൗന്ദര്യം ആസ്വദിക്കാനായിട്ട്. നമുക്കിവിടെ നിന്ന് നോക്കിയാൽ തന്നെ കാണാൻ പറ്റും, ഒരു ഷിപ്പ് അവിടെ നങ്കൂരമിട്ടിരിക്കുകയാണ്. ഇനി ഇതിൻ്റെ 2-3 ഫേസുകൾ വരാനുണ്ട്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ നമുക്കിവിടെ നിന്ന് നോക്കുമ്പോൾ ഷിപ്പുകളിങ്ങനെ ക്യൂ ആയി നിൽക്കുന്നത് ഒരു പക്ഷേ കുറച്ച് നാൾ കഴിയുമ്പോൾ നമുക്ക് കാണാൻ കഴിയും. മാത്രവുമല്ല, ഈ ഏരിയ ഒരു സീ വ്യൂ ആണെങ്കിൽ നമ്മൾ മറ്റേ ആ സൈഡ് നോക്കുമ്പോൾ ഉണ്ടല്ലോ, നമ്മൾ കേരളത്തിൻ്റെ പണ്ട് പുരാതനമായ ഒരു സ്ഥലമാണ് കാണുന്നത്. അപ്പോൾ അതെല്ലാം ഈ ഹോം സ്റ്റേയും ആയുർവേദ ട്രീറ്റ്മെൻറ്റും ഒക്കെ നടത്തുന്ന സ്ഥലങ്ങളാണ്. നമ്മളിവിടെ നിന്ന് നോക്കിക്കഴിഞ്ഞാൽ പുരാതനമായ ഒരു കേരളത്തിൻ്റെ ശൈലി നമുക്ക് ഈ ഒറ്റ നോട്ടത്തിൽ കാണാൻ പറ്റും. ഇവിടെ വേറെ കോൺക്രീറ്റ് ആയിട്ടുള്ള കെട്ടിടങ്ങളൊന്നും കാണുന്നില്ല. എല്ലാം നമ്മുടെ പുരാതനമായിട്ടുള്ള കെട്ടിടങ്ങൾ തന്നെയാണ്. ആഴിമല വരുമ്പോൾ ഇവിടെ ഈ അടുത്ത സമയത്ത് തുടങ്ങിയ വേറൊരു അട്രാക്ഷൻ ആണ് ഈ കേവ് ടെമ്പിൾ മെഡിറ്റേഷൻ റൂം എന്ന് പറഞ്ഞിട്ട് അവരിവിടെ പുതുതായിട്ട് തുടങ്ങിയിട്ടുണ്ട്. അതും ഒരു മസ്റ്റ് സീ ഏരിയയാണ്. അതിനകത്ത് പോയി കഴിഞ്ഞാൽ എൻട്രി ഫീ ഉണ്ട്, എന്നാലും അതിനകത്ത് പോയി കഴിഞ്ഞാൽ കാണുന്ന കാഴ്ചകൾ അത്ഭുതകരമാണ്. ജനറലി ഞാൻ വിചാരിച്ചു ചെറിയൊരു കേവ് മാത്രമായിരിക്കും എന്നാണ്. പക്ഷേ ഇപ്പോൾ മനസ്സിലാക്കാൻ കഴിഞ്ഞത് ഇതിനകത്തെ വളരെ പ്രശസ്തമായ ഒരുപാട് സ്റ്റാച്യൂസൊക്കെ അവർ ചെയ്തു വെച്ചിട്ടുണ്ട്. നമുക്ക് എല്ലാം റെക്കോർഡ് ചെയ്യാൻ അവർ അനുവാദം തന്നിട്ടില്ല. കാരണം അത്രയ്ക്കും പ്രീഷ്യസ് ആയിട്ടുള്ള കുറേ സ്റ്റാച്യൂസാണ് ഇവിടെ ഉള്ളത്. എന്നിരുന്നാലും കുറച്ച് ഭാഗങ്ങൾ റെക്കോർഡ് ചെയ്യാനായിട്ട് നമുക്ക് അനുവാദം തന്നതുകൊണ്ട് ഞങ്ങൾ ഈ കേവിൻ്റെ അകത്തേക്ക് പോവുകയാണ്. ഈ കേവിൻ്റെ കാഴ്ചകൾ നമ്മോടൊപ്പം ചേർന്ന് കാണാവുന്നതാണ്. നമ്മൾ ആഴിമലയിൽ വന്നപ്പോൾ ഈ ഗുഹാ ടെമ്പിൾ ഈ അടുത്ത സമയത്ത് തുടങ്ങിയതാണല്ലോ.
അതേക്കുറിച്ച് വിശദീകരിച്ച് തരാനായിട്ട് ഇതിൻ്റെ ഒരു അതോറിറ്റി ആയിട്ടുള്ള മിസ്റ്റർ രാഹുൽ നമ്മളോടൊപ്പം ചേരുന്നുണ്ട്. എന്താണ് ഈ ഗുഹ ടെമ്പിളിനെ കുറിച്ച് പറയാനുള്ളത്? ഓക്കെ, നമസ്കാരം. എൻ്റെ പേര് രാഹുലാണ്. കേവ് ടെമ്പിളിലെ മാനേജർ ആൻഡ് പ്രൊജക്ട് കോർഡിനേറ്ററാണ്. ഓക്കെ. അപ്പോൾ നമ്മൾ ഒരു 11 വർഷത്തെ നീണ്ട കാത്തിരിപ്പിൻ്റെ ഒടുവിലാണ് ഈ ഒരു സംവിധാനം നമ്മൾ ഓപ്പൺ ചെയ്തിരിക്കുന്നത്. 25 ഓഗസ്റ്റ് 2025 നമ്മുടെ കേരളത്തിലെ പ്രധാനപ്പെട്ട ഗവർണർ അദ്ദേഹമാണ് നമുക്കിതിനെ ഉദ്ഘാടനം ചെയ്തത്. ഓക്കെ. അപ്പോൾ അത് നമ്മൾ വളരെ സന്തോഷത്തിലാണ് നിൽക്കുന്നത്. കാരണം ഏകദേശം ഒരു മാസമായി നിൽക്കുന്ന ഇടയിൽ നിങ്ങളിവിടെ എത്തി നിങ്ങൾ വിഷ്വൽ എടുക്കാനും നിങ്ങളെ ലോകത്തിനെ മൊത്തം അറിയിക്കാനായിട്ട് നിങ്ങളിവിടെ എത്തി. വളരെ സന്തോഷം നിങ്ങൾ വന്നതിന്. നിങ്ങളെല്ലാവരും വെൽക്കം ചെയ്യുന്നു ആദ്യം. താങ്ക് യു. അപ്പോൾ ഇതിൻ്റെ 11 വർഷത്തെ എഫർട്ട് എന്ന് പറഞ്ഞാൽ 2014 ഏപ്രിൽ 2 നമ്മുടെ ഈ പ്രോജക്റ്റ് തറക്കല്ലിട്ട് തുടങ്ങുന്നത്. ഒരു 3 ഫേസ് ആയിട്ടാണ് നമ്മൾ തുടങ്ങുന്നത്. ഫസ്റ്റ് ഫേസ് എന്ന് പറയുന്നത് നമ്മുടെ ഈ കാണുന്ന ഗംഗാധരേശ്വര സ്റ്റാച്ചു ആണ്. ഓക്കെ. ഈ കാണുന്ന 58 അടി ഹൈറ്റുള്ള ഗംഗാധരേശ്വര സ്റ്റാച്ചു ആണ്. അപ്പോൾ അത് കഴിഞ്ഞിട്ട് അതിൻ്റെ താഴെയായിട്ട് 3 നിലകളിലായിട്ട് 3 കേവ് രൂപയാണ്, അതായത് ഗുഹാ രൂപയാണ് ചെയ്തിട്ടുള്ള ഒരു 3 കേവ് ടെമ്പിൾ. നമ്മളിപ്പോൾ കൊടുത്തിട്ടുള്ള പേര് കേവ് ടെമ്പിൾ എന്നാണ്. അപ്പോൾ അതിൻ്റെ ഉദ്ഘാടനമാണ് നമ്മളിപ്പോൾ കഴിഞ്ഞത്. അത് 2ാമത്തെ ഫേസാണ്. ഇനി 3ാമത്തെ ഫേസായിട്ട് നമ്മൾ നിൽക്കുന്നത് ഫ്രണ്ട് നിങ്ങൾ നോക്കുമ്പോൾ തന്നെ അറിയാം, കേവ് ടെമ്പിൾ ആൻഡ് മെഡിറ്റേഷൻ ഏരിയ. അപ്പോൾ മെഡിറ്റേഷൻ ഏരിയയാണ് അടുത്ത 3ാമതായിട്ട് നമ്മൾ ഓപ്പൺ ചെയ്യാൻ നിൽക്കുന്നത്. അതിന് താഴെയാണ് അത് വളരെ ശാന്തമായിട്ടുള്ള ഏരിയയിൽ മെഡിറ്റേഷൻ അറിയാമല്ലോ, വളരെ ഒന്നും ഡിസ്ട്രാക്ഷൻ ഇല്ലാതെ ആരുടെയും ഡിസ്റ്റർബൻസ് ഇല്ലാതെ ഇരിക്കാൻ പറ്റുന്ന വളരെ ശാന്തമായിട്ടുള്ള മേഖലയിൽ ഇരുന്ന് ചെയ്യണമെന്നാണ്. അപ്പോൾ നമ്മുടെ പൂർവികരായിട്ടുള്ള ആൾക്കാരും പറഞ്ഞു കേട്ടിട്ടുള്ളതെന്ന് ഇവിടെ അത്രയും വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള മെഡിറ്റേഷൻ ചെയ്യാൻ പറ്റിയൊരു മേഖല തന്നെയായിരുന്നു എന്നാണ്. കേരള റിനൈസൻസ് ലീഡറായിട്ടുള്ള ശ്രീനാരായണ ഗുരു അദ്ദേഹം ഇവിടെ വന്നിട്ട് നമ്മുടെ ചരിത്രവുമായിട്ട് ഒരുപാട് ബന്ധമുള്ള അദ്ദേഹമാണ്. അപ്പോൾ അദ്ദേഹം ഉൾപ്പെടെ ഇവിടെ വന്ന് പോയിട്ടുള്ള ഒരുപാട് ഗുരുവര്യന്മാർ ഇവിടെ വന്ന് പോയിട്ടുള്ള ഒരു മേഖലയാണ്. അപ്പോൾ അങ്ങനെ ഒരു മേഖലയിൽ നമുക്കൊരു മെഡിറ്റേഷൻ സെൻ്റർ തുടങ്ങാൻ പറ്റിയെന്ന് പറയുന്നത് തന്നെ ഇങ്ങനൊരു സംരംഭത്തിൻ്റെ ഭാഗമാകാൻ പറ്റിയെന്ന് പറയുന്നത് വലിയൊരു സന്തോഷമുള്ള ഇതാണ്. നമ്മൾ വളരെ സന്തോഷത്തിൽ നിൽക്കുന്ന ദിവസം തന്നെയാണിത്. കാരണം ഇപ്പോൾ നിങ്ങൾ തന്നെ കണ്ടാൽ അറിയാം, ആൾക്കാരൊക്കെ അത് പോകുന്നുണ്ട്, കണ്ടു കഴിഞ്ഞാൽ സന്തോഷമായിട്ട് നമുക്ക് ചോദിക്കുമ്പോൾ അറിയാൻ പറ്റും. ആൾക്കാരുടെ തന്നെ എക്സിറ്റ് പോയിന്റ് വരുമ്പോൾ എന്താണ് അവരുടെ റിവ്യൂ എന്ന് ചോദിക്കുമ്പോൾ തന്നെ തീർച്ചയായിട്ടും അകത്ത് വിഷ്വൽസിന് ഒരു ലിമിറ്റ് ഉണ്ട്. അത് ഞങ്ങൾക്ക് മനസ്സിലാക്കാൻ കഴിയുന്നുണ്ട്. അതിൻ്റെ അകത്ത് വിഷ്വൽ എല്ലാം പുറത്ത് ഇങ്ങനെ വിഷ്വൽ കാണിക്കേണ്ടതല്ലേ. കുറച്ച് ഭാഗങ്ങൾ നമുക്ക് കാണിക്കാൻ പറ്റുകയാണെങ്കിൽ അതിൻ്റെ ബാക്കി കാര്യങ്ങൾ ആൾക്കാർക്ക്. അതല്ല, നമ്മളകത്ത് മൊബൈൽ ഫോണും ഫോട്ടോഗ്രാഫി എല്ലാം നിരോധിച്ചിട്ടുണ്ട്. അതിന് കാരണം ഈ സ്റ്റാച്ചു ഓപ്പൺ ആക്കിയപ്പോൾ ഇത്രയും ബ്യൂട്ടിഫുൾ ആയിട്ട് ഇത്രയും ഡീറ്റെയിൽ ആയിട്ടുള്ള സ്റ്റാച്ചു വെച്ചിട്ട് പോലും പലരും വന്ന് കാണുമ്പം അവർ ഫസ്റ്റ് ഇംപ്രഷനിൽ കണ്ട് വാവു എന്ന് പറയുന്നതും ഉടനെ മൊബൈൽ ഫോൺസ് എടുക്കുകയാണ്, ഫോട്ടോ എടുക്കുക. അവരുടെ ഒരു നയനനേത്രം കൊണ്ട് കാണാതെ ആർട്ടിഫിഷ്യൽ വേൾഡ് നിന്നുകൊണ്ട് ഇത് കാണുകയും അവർ അതിന്റെ ബ്യൂട്ടി കണ്ണാൽ കാണുന്നില്ല, എന്നാൽ എല്ലായിടത്തും പറയുന്നുകൊണ്ട് വളരെ ഭംഗിയുള്ള ഒരു സ്റ്റാച്ചു ഉണ്ട്. അതിന്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങൾ മൊബൈലിൽ കാണാൻ പറ്റില്ലല്ലോ. കോഴ്സ് അതിൽ ഒരുപാട് ഡീറ്റെയിൽ ഉണ്ട്. അതിന്റെ ഗംഗാദേവിയുടെ മുകളിൽ കാണുന്ന ഗംഗാധരേശ്വരൻ എന്നാണ് പേര്. ആ ഗംഗാദേവിയുടെ കൈക്കുള്ളിൽ മെഹന്തിയുടെ വർക്ക് വരെ വളരെ ഡീറ്റെയിൽ ആയിട്ട് ചെയ്തിട്ടുള്ളതാണ്. അതാരും ഇവിടെ നിന്ന് അതിനെ നോക്കി കാണാറില്ല. അത് നമ്മോട് ചോദിക്കുന്ന 100-ൽ 1-2 പേര് മാത്രമായിരിക്കും. അപ്പൊ അതിന്റെ ഒരു വിഷമവും നമുക്കുണ്ട്. ഏതായാലും ഇത്രയും എഫർട്ട് എടുത്ത് ഇത് ഗുഹാ ടെമ്പിൾ ചെയ്തതല്ലേ, നമുക്ക് ഒന്ന് കുറച്ചൊന്ന് കണ്ടതിന് ശേഷം സംസാരിക്കാം. ഓക്കെ.
ഈ കേവിലെ കാഴ്ചകളെന്ന് പറയുന്നത് എൻ്റെ പ്രതീക്ഷയ്ക്കും അപ്പുറമായിരുന്നു. വളരെ വിസ്മയിപ്പിക്കുന്ന കാര്യങ്ങളാണ് നമ്മളിവിടെ കണ്ടത്. പറയുന്നതിൽ കാര്യമുണ്ട്. നമ്മളിതിൻ്റെ മൊത്തം വിഷ്വലും പബ്ലിഷ് ചെയ്യാതിരിക്കുന്നതാണ് നല്ലത്. വന്ന് ആൾക്കാർ ആ ലൈറ്റിങ്ങിലും ആ ആംബിയൻസിലും ഫീൽ ചെയ്യുന്നതാണ് ഏറ്റവും മനോഹരമായിട്ടുള്ള ഒരു കാഴ്ച. എനിക്ക് ഒരു സംശയം തോന്നിയത്, നമ്മളിവിടെ ഈ ദൈവങ്ങളുടെ വിവിധ രൂപങ്ങളാണല്ലോ നമ്മൾ ഈ കണ്ടതെല്ലാം. ഇവിടെ വന്നപ്പോൾ ശ്രീനാരായണ ഗുരുവിൻ്റെ ഒരു വലിയ സ്റ്റാച്യു കണ്ടു. അപ്പോൾ ശ്രീനാരായണ ഗുരുവും ഈ സ്ഥലവുമായിട്ട് എന്താ ബന്ധമുണ്ട്? അഭേദ്യമായൊരു ബന്ധമുണ്ട്. അത് വളരെ പ്രസക്തമായൊരു ചോദ്യം തന്നെയാണ്. അപ്പം അരുവിപ്പുറം പ്രതിഷ്ഠ 1888 വിപ്ലവകരമായിട്ടുള്ള അരുവിപ്പുറം പ്രതിഷ്ഠ കഴിഞ്ഞിട്ട് അദ്ദേഹം ഈ സ്ഥലത്തിലൂടെ സന്ദർശിക്കുന്ന വേളയിൽ ഇവിടെ ഒരു ദൈവത്തിൻ്റെ ചൈതന്യം ഉണ്ടെന്ന് കണ്ടെത്തി അദ്ദേഹം ഇവിടെ ധ്യാനത്തിലിരിക്കുകയായിരുന്നു ആദ്യം. അപ്പോൾ ആദ്യമായിട്ട് ഇവിടെ ഒരു ഭജനമഠമാണ് രൂപീകരിക്കുന്നത്. ആ ഭജനമഠത്തിൽ തന്നെ ഒരു 3 തവണ അദ്ദേഹം വന്ന് വിസിറ്റ് ചെയ്ത് ഭജനയ്ക്കായിട്ട് വന്ന് പോയിട്ടുണ്ട്. ആ 3ാമത്തെ തവണ വിസിറ്റിൽ വന്ന സമയത്ത് നമ്മുടെ പൂർവികരായിട്ടുള്ള ആൾക്കാരുടെ അടുത്ത് അദ്ദേഹം പറയുന്നുണ്ട്, ഇവിടെ ഒരു ജീവൽ സമാധിയുടെ സാന്നിധ്യം കാണുന്നുണ്ട്, അതിൻ്റെ മേലായിട്ടൊരു അമ്പലം പണിയണം, അതൊരു ശിവൻ്റെ അമ്പലം തന്നെ പണിയണം, അത് പിൽക്കാലത്ത് അറിയപ്പെടുന്ന ഒരു വലിയൊരു ക്ഷേത്രമായി മാറുകയും നിങ്ങളുടെ ഈ സ്ഥലവും ഈ പ്രദേശവും എല്ലാം ലോകം മൊത്തം അറിയപ്പെടുന്ന ഒരു പ്രദേശമായി മാറുമെന്നും അന്ന് നമ്മുടെ പൂർവികരെടുത്ത് പറഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിലാണ് നമ്മുടെ അമ്പലത്തിൻ്റെ പണി ആദ്യമായിട്ട് ആരംഭിക്കുന്നത്. അപ്പോൾ അന്ന് ഈ പ്രദേശത്തിന് ഒരു വലിയ പ്രദേശമാണ്. ഈ പ്രദേശത്തിന്റെ ഒരു പേരെന്ന് പറഞ്ഞാൽ തിരുവിതാംകൂർ രേഖയിലുള്ള പേരെന്ന് പറഞ്ഞാൽ പുലിക്കുടി എന്നാണ്. പുലികൾ വസിച്ചിരുന്ന സ്ഥലം, അങ്ങനെയാണ് പുലിക്കുടി എന്നാണ് തിരുവിതാംകൂറിലെ രേഖയിലുള്ള. അന്ന് ഈ പേര് ഇന്ന് ശോഷിച്ച് പുളിങ്കുടിയായി മാറിയിട്ടുണ്ട്. അപ്പോൾ ഈ പ്രോപ്പർ ആയിട്ടുള്ള ഈ അമ്പലത്തിന്റെ ഈ സ്ഥലത്തിന് ഒരു പേരില്ല. അപ്പൊ അദ്ദേഹം തന്നെ നോക്കിയപ്പോൾ ആഴിയും അതിരിയും ചേർന്ന് കിടക്കുന്ന ഒരു സ്ഥലം, അതായത് ആഴിയും മലയും ചേർന്ന് കിടക്കുന്ന സ്ഥലമായിട്ട് തന്നെ ആഴിമല എന്നൊരു പേര് കൊടുത്തത് അദ്ദേഹമാണ്. ശ്രീനാരായണ ഗുരുവാണ് ആഴിമല എന്ന് പേരിട്ടത്. അപ്പൊ അദ്ദേഹത്തിനെ നമുക്ക് ഒരിക്കലും ഒഴിച്ചുവിടാൻ പറ്റാത്തൊരു വ്യക്തിത്വമാണ്. ഇന്ന് നിങ്ങൾ ഈ അറിയപ്പെടുന്ന ആഴിമല ശിവക്ഷേത്ര ദേവസ്വം ട്രസ്റ്റിന്റെ ആദ്യത്തെ വാക്ക് ആഴിമല എന്നുള്ള പേര് കൊടുത്തത് അദ്ദേഹം ആയതുകൊണ്ട് തന്നെ നമുക്ക് അദ്ദേഹത്തിനെ ഒരിക്കലും മറക്കാൻ തീർച്ചയായിട്ടും. ഏതായാലും വളരെ എത്രയോ വർഷത്തെ ശ്രമകരമായ പണി കൊണ്ട് ആയിരിക്കുമല്ലോ ഇത്. ഒറിജിനൽ പാറ തുറന്ന് ഉണ്ടാക്കിയതല്ലേ? നമ്മുടെ ഈ ഒരു കേവ്, നിങ്ങൾ കേവ് 1, കേവ് 2, കേവ് 3 വിസിറ്റ് ചെയ്തതാണ്. അപ്പോൾ കേവ് 2 എത്തുമ്പോൾ നിങ്ങൾക്ക് അറിയാൻ പറ്റും നിങ്ങൾ യഥാർത്ഥ പാറകളിൽ ചവിട്ടിയിട്ടാണ് നിങ്ങൾ വന്നിട്ടുള്ളത്. പണ്ട് ഈ കാണുന്ന സ്ഥലം, ഇപ്പം നമ്മൾ നിൽക്കുന്ന ഈ ഫ്ലോറൊക്കെ ഒരു കല്യാണ ഓഡിറ്റോറിയമായി. ഓഡിറ്റോറിയം അതിനെ പിന്നെ നമ്മൾ ഈ ഫോർമേഷനിലൂടെ മാറ്റി താഴെ കാണുന്ന യഥാർത്ഥ കേവിനെയും കൂടെ രൂപീകരിച്ചുകൊണ്ട് നമ്മളൊരു 3 ഫ്ലോർ കേവ് ടെമ്പിൾ എന്ന രീതിയിൽ ചെയ്തതാണ്. പറഞ്ഞ പോലെ തന്നെ 11 വർഷത്തെ നീണ്ട എഫർട്ടുണ്ട്, രാത്രിയും പകലും ഇല്ലാത്ത എഫർട്ടുണ്ട്. അതിന് ഡീറ്റെയിൽ വർക്ക് ചെയ്യാനാണ് ഇത്രയും എഫർട്ട്. തീർച്ചയായിട്ടും തന്നെ നോക്കുമ്പോൾ തന്നെ അറിയാം, കൈകളിലാണെങ്കിലും പ്രായമുള്ള ഒരാളുടെ ഞരമ്പുകൾ, അതിന്റെ സ്കിന്ന്, അതിന്റെ ഫോർമേഷൻ, ചെസ്റ്റിലാണെങ്കിലും ഇത്രയും പ്രായമുള്ള ഒരാളുടെ ചെസ്റ്റാണ് ഈ ഒരു ഫോർമേഷൻ കാണുന്നത്. അതിന്റെ കഴുത്തിലുള്ള കോളർ ബോൺസ്, ഫേസിന്റെ എല്ലാം. അപ്പൊ അത്രയും ഡീറ്റെയിൽ ആയിട്ട് വർക്ക് ചെയ്യുമ്പോൾ നമുക്ക് അത്രയും സമയം വേണ്ടി വരും. തീർച്ചയായിട്ടും അതിനാണ് ഈ ഒരു 11 വർഷത്തെ. അപ്പോൾ ഈ കേവിൽ വരുന്നവർ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഓരോ സ്റ്റാച്യുവിനെയും അതിൻ്റെ ഫോർമേഷൻ, അതിൻ്റെ ഡീറ്റെയിൽ ആയിട്ട് മനസ്സിലാക്കാൻ ശ്രമിക്കുന്നതായിരിക്കും നല്ലത്. എന്തുകൊണ്ടാണ് ഇതിനകത്ത് മൊബൈൽ ഫോൺസും ഫോട്ടോയും ഒഴിവാക്കിയെന്നുള്ള സാറിന് ഇപ്പോൾ ഇത് വെച്ചിട്ട് തീർച്ചയായിട്ടും സമയം നിങ്ങൾ കണ്ടത് നിങ്ങളുടെ കണ്ണുകളിലൂടെയാണ്. അപ്പോൾ കാണുമ്പോൾ അതിൻ്റെ വ്യത്യാസം മനസ്സിലാക്കും. തീർച്ചയായിട്ടും നമുക്ക് ഒഴിച്ചുവിടാൻ പറ്റാത്ത ഒരു വ്യക്തിത്വമുണ്ട് ഇതിൻ്റെ ആർട്ടിസ്റ്റ് ആയിട്ടുള്ള ദേവദത്തൻ. അദ്ദേഹം 2014 ഈ വർക്ക് സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് 22 വയസ്സായിരുന്നു. അന്ന് ഫൈൻ ആർട്സ് കോളേജിൽ സ്റ്റുഡൻ്റ് ആയിരുന്നു. 22ാം വയസ്സിൽ നിന്ന് 29ാമത്തെ വയസ്സിലേക്ക് നിൽക്കുമ്പോൾ 6 വർഷത്തെയും 8 മാസത്തെയും കഠിന പ്രയത്നത്തിലൂടെയാണ് ഈ മുകളിലത്തെ ഗംഗാധര സ്റ്റാച്യു ഓപ്പൺ ആക്കിയത്. അത് ജനങ്ങൾക്കായി തുറന്നു കൊടുത്തതാണ്. കാരണം ആ ഒരു സമയത്ത് കൊറോണ അറിയാലോ, ആ സമയത്തൊരു വലിയൊരു ഇനാഗുറേഷൻ സംഭവമൊന്നുമല്ല, ജസ്റ്റ് ജനങ്ങൾക്കായി ഓപ്പൺ ചെയ്ത് കൊടുത്തു. പിന്നെ അതിനുശേഷം ഈ വരുന്ന 11 വർഷം ആകുമ്പോഴേക്കും നമ്മളിതിൻ്റെ ഒഫീഷ്യലായിട്ടുള്ള ഇനാഗുറേഷൻ കേരള ഗവർണർ നമ്മൾ ചെയ്തിരിക്കുകയാണ്. അപ്പം അതിൻ്റെ ഒരു സന്തോഷത്തിലാണ് നമ്മളെല്ലാവരും. അപ്പോൾ അത് കഴിഞ്ഞ് അടുത്ത ഫേസിലോട്ട് നമ്മൾ കടക്കുകയാണ്, മെഡിറ്റേഷൻ ഹാൾ. അത് അതിൻ്റെ ഭാഗമായി. അപ്പം ദേവദത്തനാണ് ഇതിൻ്റെ ആർട്ടിസ്റ്റ്. പിന്നെ ആ കാലാകാലങ്ങളിൽ മാറി വന്ന എല്ലാ ഭരണസമിതിയും നമ്മൾ എത്ര കണ്ടു പൊഴുത്തിയാലും മതിയാകത്തില്ല. കാരണം ആ ഭരണസമിതി തന്നെയാണ് ഇദ്ദേഹത്തിനൊരു ചാൻസ് കൊടുക്കുന്നത്. 22ാമത്തെ വയസ്സിൽ നിൽക്കുന്ന ഒരാൾക്ക് ഇതിന് മുന്നേ ഒരു എക്സ്പീരിയൻസ് ഇല്ലാതെ ഒരു ചാൻസ് കൊടുക്കുക എന്ന് പറയുന്നത് തന്നെ വലിയൊരു കാര്യമാണ്. തീർച്ചയായിട്ടും. അപ്പോൾ അതിനുശേഷം അദ്ദേഹത്തിൻ്റെ കഴിവുകൾ മനസ്സിലാക്കി ഈ കാലാകാലങ്ങളിലെല്ലാം ഇതെല്ലാം വരുന്നു, ഇതെല്ലാം ചെയ്യുന്നു. അപ്പോൾ നമുക്ക് എന്തോ നമ്മുടെ മേൽശാന്തിയും അദ്ദേഹത്തിൻ്റെ ഒരു വിഷൻ കൂടെ ഉണ്ടായിരുന്നു ഇതിൽ ചെയ്യണമെന്നുള്ളതിൽ. അപ്പം ഒരുപാട് പേരുടെ ഒരു ഗ്രൂപ്പ് എഫർട്ടാണ് ഈ ഒരു ട്രസ്റ്റ് എന്ന് പറയുന്നത്. തീർച്ചയായിട്ടും ജാതിയോ മതമോ അങ്ങനത്തെ ഒരു രീതിയില്ലാതെ നമ്മുടെ എല്ലാവരും ഒരു വലിയൊരു എഫർട്ടിലാണ്. നാട്ടിലുള്ള എല്ലാവരും പല ജാതിയിലുള്ള പല മതത്തിലുള്ള ആൾക്കാരുണ്ട്. നാട്ടുകാരെല്ലാവരുടെയും സപ്പോർട്ടുണ്ട് നമുക്ക്. അതുപോലെ തന്നെ ഇവിടെ വന്നിട്ടുള്ള എല്ലാ ഭക്തരും
ഇതിന് മുന്നേ കൊറോണയ്ക്ക് തൊട്ട് മുന്നേ ഈ സ്ഥലം എക്സ്പ്ലോർ ചെയ്ത് വിദേശികളാണ്. അപ്പോൾ ആ വിദേശികളെ നമുക്ക് ഒരിക്കലും ഒഴിച്ചുവിടാൻ പറ്റത്തില്ല. ക്ഷേത്രത്തിൻ്റെ ഫ്രണ്ടിലുള്ള ഒരു ഗോൾഡൻ പ്ലേറ്റ് ചെയ്ത് തന്നെ ജർമ്മനിയിലുള്ള ഒരു ഗസ്റ്റാണ് നമുക്ക് ചെയ്തത്. അപ്പോൾ അവരെല്ലാവരും നമ്മൾ ഈ സമയത്ത് ഓർമ്മിക്കുകയാണ്. എല്ലാവരും നമുക്ക് വേണം. ആഴിമലയിൽ ഇനിയും ഒരുപാട് പേര് വരണം. ആഴിമല ഇവിടെ മാത്രമല്ല, ലോകം മൊത്തം ഒരു സ്പിരിച്വൽ സോണായി മാറണം. ഈ സ്പിരിച്വൽ സോണിലേക്ക് നിങ്ങളെല്ലാവരെയും ഞങ്ങളുടെ കമ്മിറ്റിയുടെ ഭാഗത്തും ക്ഷേത്രത്തിൻ്റെ മഹാദേവ നാമത്തിലും എല്ലാവരുടെ നാമത്തിലും നമ്മൾ വെൽക്കം ചെയ്യാണ്. വരണം. അദ്ദേഹം വന്നത് കണ്ടിട്ടുണ്ട്. ഇനി വരുന്നവരും കണ്ണുകൾ കൊണ്ട് കാണണം. നിങ്ങളുടെ നഗ്നനേത്രം കൊണ്ട് കാണേണ്ടതാണ്. അകത്ത് ദയവായി നിങ്ങൾ ഒരു റിക്വസ്റ്റും കൂടെ, കൈൻഡ് റിക്വസ്റ്റാണ്, ദയവായി നിങ്ങളുടെ മൊബൈൽ ഫോൺ നിങ്ങളുടെ പോക്കറ്റിൽ തന്നെ കീപ്പ് ചെയ്ത് ഞങ്ങളോട് സഹകരിക്കുക. വരിക, ഈ സ്പിരിച്വൽ സോണിൻ്റെ ഒരു ഭാഗമായി മാറുക. തീർച്ചയായിട്ടും. അപ്പോൾ ഈ നേരത്തെ പറഞ്ഞതുപോലെ നമ്മൾ മൊബൈൽ ഫോണിലൂടെ ഈ ശില്പത്തെ കാണാതെ നമ്മളെ നഗ്ന നേത്രങ്ങളിലൂടെ കണ്ട് അതിൻ്റെ ഓരോ ഡീറ്റെയിലും ഇതൊക്കെയാണെങ്കിൽ കുറച്ച് ഇതിലും ഡീറ്റെയിൽ ഉണ്ട്. ഇതെല്ലാം ഡീറ്റെയിൽ ഉണ്ട്. കാരണം നമ്മളിപ്പോൾ ഓണം കഴിഞ്ഞതുള്ളൂ. ഓണത്തിന് നമ്മുടെ 3 അടി ചോദിക്കുന്ന ഒരു, അതെ, മൂന്നാമത്തെ അടിക്ക് വേണ്ടി കാല് ഉയർത്തി നിൽക്കുന്ന സീനാണ്. അത് കഴിഞ്ഞിട്ട് മഹാബലി ചവിട്ടി താഴ്ത്തുന്ന ഒരു രംഗമാണ്. അതെ. അപ്പം എല്ലാത്തിനും ഓരോ സ്റ്റോറി ഉണ്ട്. ഓരോന്നിലും ഇതെല്ലാം ഓരോ രൂപങ്ങൾക്കും ഓരോ ശില്പത്തിനും ഓരോ കഥയുണ്ട്. അല്ല, മറ്റൊരു കാര്യം പറയാൻ ആഗ്രഹിക്കുന്നത് ഡീറ്റെയിൽ ആയിട്ട് എത്ര പെർഫെക്ഷനോട് കൂടിയാണ്. ഇപ്പോൾ മൂക്കാണെങ്കിലും നാക്കാണെങ്കിലും മുടിയാണെങ്കിലും ഈ പുരികമാണെങ്കിലും അത്രയും ഡീറ്റെയിൽഡായിട്ടാണ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ആര് വന്നാലും ആ വ്യൂ ഉണ്ടാവണം എന്നുള്ളതാണ്. മൊബൈൽ ഫോണിൽ എടുത്തിട്ട് നമുക്ക് മൊബൈൽ ഫോൺ കിട്ടുന്നതിനൊക്കെ എത്രയോ ഭംഗിയാണ് ഇതിനകത്ത് കാണുന്ന കാഴ്ചകളെല്ലാം. ഏതായാലും വളരെ സന്തോഷം നമ്മൾ ഇവിടം വരെ കൊണ്ടുവന്ന് ഇതിനകത്ത് ഷൂട്ട് ചെയ്യാൻ അനുവദിച്ചതിനും. അല്ല, നിങ്ങളോട് താങ്ക്സ് പറയണം. കാരണം നിങ്ങൾ ഇനി ഇപ്പോൾ അടുത്തത് എന്തായാലും ഷൂട്ട് ചെയ്ത് ലോകം മൊത്തം അറിയിക്കാൻ പോവാണ്. അപ്പോൾ ലോകത്തുള്ള ആൾക്കാരും വരട്ടെ. ഞങ്ങളതിൽ ഒരുപാട് സന്തോഷമുണ്ട്. നിങ്ങളെപ്പോലുള്ള ആൾക്കാർ വരിക, ഇതിനെ അറിയിക്കുക എന്നുള്ളത്. നിങ്ങളെ വെൽക്കം ചെയ്യുന്നത് നാളെയാണെങ്കിൽ നിങ്ങൾക്ക് എപ്പോഴും ഇവിടെ വെൽക്കമാണ്. എല്ലാവർക്കും വെൽക്കമാണ്. അഴിമലയിലോട്ട് എല്ലാവർക്കും വെൽക്കമാണ്. ജാതി എന്നോ മതമെന്നോ ഒരു സെപ്പറേഷനും ഇല്ല. എല്ലാവർക്കും വരാം. അതിൻ്റെ ഒരു സെപ്പറേഷനോ മനസ്സിലുള്ളതൊക്കെ മാറ്റി വെച്ചിട്ട് ഇതൊരു സ്പിരിച്വൽ സോണാണ്. നിങ്ങളുടെ മനസ്സിലുള്ള എല്ലാ ഇതൊക്കെ മാറ്റി അഹന്ത, ഞാനെന്ന ഭാവം ഇതെല്ലാം മാറ്റി വെച്ചിട്ട് സാധാരണ മനുഷ്യരായിരുന്നുകൊണ്ട് ആർക്ക് വേണം ആഴിമല ക്ഷേത്രത്തിൽ ദർശനം നടത്താം. ഈ കേവ് ടെമ്പിൾ ദർശനം നടത്താം. ഓക്കെ, ഏതായാലും വളരെ സന്തോഷം. അങ്ങനെ ഗുഹാക്ഷേത്രത്തിൽ നിന്ന് നമ്മൾ പുറത്തു വന്നിരിക്കുകയാണ്. ഒരു മനോഹരമായ ഒരു വിസ്മയ കാഴ്ചകളായിരുന്നു നമ്മൾ ഇത്രയും നേരം കാണാൻ കഴിഞ്ഞത് എന്ന് പറയാതിരിക്കാൻ വയ്യ. ഈ ആഴിമല ഏരിയയിൽ വരുന്ന ആൾക്കാർ തീർച്ചയായിട്ടും കണ്ടിരിക്കേണ്ട ഒരു സ്ഥലം കൂടിയാണ് ഈ ഗുഹാക്ഷേത്രം. எப்படி இருந்தாச்சு குஹாட்சேத்திரம் எல்லாம்? எங்கேயுமே பார்த்ததில்ல, இவ்வளோ இது எங்கேயும் இந்த மாதிரி பார்த்ததே இல்லை. காசி வரைக்கும் போயிருக்கிறோம். காசி வரை போயிருக்கு. இப்படி பார்த்தது இல்லை, இப்பதான் பார்த்துருக்கோம். ஓகே, சூப்பராக இருக்கு, நல்லா இருக்கு. ஓகே, எங்கேருந்து வருது? பழனின்னு வருது. ஓ, ஓகே. பழனியில் கூட இவ்வளவு இது இல்லை. இல்லை, இங்கே நல்லா இதானது. Okay, thank you. What do you think about this cave temple? Very impressive, very beautiful. Yeah. Have you seen similar type anywhere else? No, I think it's my first time, so I'm very
touched right now. It was very, very impressive. Okay. What is the beauty of all those statues? It's very mystic, and the attention to detail and just the work behind it is very, very beautiful to see. Okay. So you definitely will recommend people to come and watch it, no? Yes, absolutely. താങ്ക് യു ഇതിപ്പോൾ ഗുഹാ ക്ഷേത്രം കണ്ടിട്ടാണല്ലോ വരുന്നത്. എങ്ങനെ ഉണ്ടായിരുന്നു ഒരു എക്സ്പീരിയൻസ്? പുതുതായിട്ട് തുടങ്ങിയതല്ലേ? അതെ, ഞാൻ ആക്ച്വലി തിരുവനന്തപുരം നിവാസിയാണ്. 62 വയസ്സ് കൂടുതലായി. ഓക്കെ. പക്ഷേ ആദ്യമായിട്ടാണ് ഇവിടെ വരുന്നത്. അത് മാത്രമല്ല, എൻ്റെ അച്ഛൻ്റെ സ്ഥലം അരമാനൂരാണ്. എന്നിട്ട് നമുക്കിവിടെ ഇന്നാണ് വരാൻ പറ്റിയത്. വളരെ അത്ഭുതകരമായിട്ട് തോന്നും. കാരണം ഇത്രയും ഒരു ചെറിയ സ്ഥലത്ത് ഇത്രയും വിപുലമായ രീതിയിൽ ഉള്ളിൽ ഈ ഗുഹയ്ക്കുള്ളിൽ ഒരുപാട് ചിത്രപ്പണികളൊക്കെ ചെയ്തു വെച്ചിരിക്കുന്നത് ശരിക്കും പറഞ്ഞാൽ വളരെ അത്ഭുതമായിട്ട് തോന്നും. അതുകൊണ്ട് എൻ്റെ ഒരു റിക്വസ്റ്റ്, എല്ലാവരും ഇവിടെ വരണം, ഇവിടെ വന്ന് ഇത് കാണാൻ ശ്രമിക്കണം എന്നുള്ളത് എൻ്റെ ഒരു വലിയൊരു ആഗ്രഹമാണ്. കാരണം എന്ന് വെച്ചാൽ നമ്മൾക്ക് ഇതുവരെ തിരുവനന്തപുരത്ത് താമസിച്ച് ഇതുവരെ വരാൻ പറ്റാനും ഇന്ന് വന്നപ്പോൾ ഒരു അത്ഭുതമായിട്ട് തോന്നുന്നു. അതുകൊണ്ട് എല്ലാ ടൂറിസ്റ്റുകളും, വിദേശത്തുള്ളവരും സ്വദേശത്തുള്ളവരും ഇതിൻ്റെ പ്രാധാന്യം മനസ്സിലാക്കി ഇവിടെ വരണം. ഇതൊരു നല്ലൊരു എന്താ പറയുക, നമുക്ക് നല്ലൊരു ആത്മസംതൃപ്തി നൽകുന്ന ഒരു കാഴ്ചയാണ്. ഓക്കെ. അപ്പോൾ പലരും ആദ്യം പറയുന്നുണ്ട് 100 രൂപ കൊടുത്ത് ടിക്കറ്റ് എടുക്കാനായിട്ട് ഒരു ബുദ്ധിമുട്ടുണ്ട്. പക്ഷേ കണ്ടിറങ്ങുമ്പോൾ അതിൻ്റെ ഇരട്ടി സന്തോഷമാണ്. അത് എന്തുകൊണ്ടെന്ന് വെച്ചാൽ ഇതിനകത്ത് എന്താണ് എന്നുള്ളത് അറിഞ്ഞുകൂടാത്തതുകൊണ്ടാണ് ആൾക്കാർക്ക് പൈസ മുടക്കാൻ ഒരു മടി. പക്ഷെ അത് മുടക്കി അകത്ത് കയറുമ്പോൾ അത് 100% വെർത്താണെന്നുള്ളത് എല്ലാവർക്കും മനസ്സിലാവും. കാരണം ഓരോ സ്റ്റാച്യൂയും വളരെ ഡീറ്റെയിൽഡ് ആയിട്ട് മനോഹരമായിട്ട് ഉണ്ടാക്കി വെച്ചിരിക്കുകയാണ്. അപ്പം ഞാൻ അവിടെ നിന്ന ക്ഷേത്ര സംരക്ഷകരോട് ഞാൻ ചോദിച്ചു, ഇത് ആരാണിത് ചെയ്തത്? അപ്പം ശ്രീ ദേവദത്തനാണ് ചെയ്തതെന്ന് പറഞ്ഞു. അപ്പോൾ അതൊരു ശരിക്കും പറഞ്ഞാൽ നമുക്ക് അദ്ദേഹത്തിനെ നേരിട്ട് അറിയാൻ കഴിഞ്ഞില്ലെങ്കിലും ഇപ്പോൾ അകത്ത് വന്നത് കാണുമ്പോൾ അദ്ദേഹത്തിൻ്റെ ഒരു വർക്കിൻ്റെ ഒരു ഡെപ്ത് നമുക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞു. ഒരു വലിയൊരു കാരണം ഇത്രയൊരു ചെറിയ സ്ഥലത്ത് ഇത്ര അത്ഭുതം സൃഷ്ടിച്ചിരിക്കുന്ന ഒരു വിഗ്രഹങ്ങളുടെ ഒരു എന്താ പറഞ്ഞ ഒരു കളക്ഷൻ, സ്ക്രിപ്ചേഴ്സ് ഭയങ്കരമായിട്ട് ചെയ്തിരിക്കുന്നത്. അത് വളരെ മനോഹരമായിരിക്കുന്നു. എല്ലാവരും കാണണം എന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം. Thank you. Where are you from originally? So we are from Slovakia. Slovakia. Oh, okay. Is it the first time you are visiting India? Or? For me, yes, first time. For me, not really, but first time in this region, yes. Oh, okay. What do you think about this place? Yeah. It's wonderful. Yeah, it was very nice experience. Super nice. Beautiful sculptures. Okay. We really enjoyed it. Okay. So we came to Kerala because of the Ayurveda treatment. Ayurveda, okay. Yes. Okay. And so one of my therapists told me today there is this place. Okay. I should visit it. So that's why we also. Oh, they recommended you to come to this place. They told us it's very wonderful and very nice experience. So. Okay. So are you doing Ayurveda treatment here? Yes, just nearby in the Ayurveda. Oh, nearby. What do you think about the Ayurveda experience? Very nice. Also, Yeah. Very cool. Is it relaxing or? we've been here for 2 weeks now, so we are almost finished, and but I think we're totally relaxed. Relaxed. We did a lot of yoga, a lot of meditation. And Okay. now we can go back, calm. Okay. Are you going to revisit Kerala? I think, yes. It's very possible, yeah. very We liked it a lot. Okay. It was really nice. Are you going to recommend your friends to visit too? Of course. Sure we would, yeah. All right. That's what we are doing also. All right. Thank you very much. Nice to meet you, people from Slovakia. Thank you, Okay. Nani. Thank you very much. Thank you. Nani. Thank you. Thank you. Thank you. Bye. Thank you very Bye-bye. much. Thank you. Bye. ആഴിമല ഒരു വിസ്മയം തന്നെയായിരുന്നു. ഈ ആഴിമലയിൽ നിന്നുള്ള വിശേഷങ്ങൾ ഇന്നിവിടെ അവസാനിക്കുകയാണ്. വീണ്ടും അടുത്ത ആഴ്ച മറ്റൊരു സ്ഥലത്തെ വിശേഷവുമായി കാണും വരെ നന്ദി, നമസ്കാരം.